പിന്നെ ഇന്ന് നമുക്ക് മാൾട്ടീതേ ഇവിടുത്തെ നൈറ്റ് ലൈഫും ഇവിടുത്തെ പാർട്ടിയും ക്ലബ്ബും നമുക്കത് കണ്ടു നോക്കിയാലോ. പോയൊക്കെല്ലോ നമുക്ക്. ഞാൻ ഇപ്പോൾ ഉള്ളതേ സെൻറ്റ് ജൂലിയൻസിലാണ്. ഇവിടെ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ചയും തകർപ്പം പരിപാടിയും പ്രോഗ്രാമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച സമയം 9 മണി. ഇപ്പം ഞാനുള്ളത് സെൻറ്റ് ജൂലിയൻസ് എന്ന് പറയുന്ന ഏരിയയാണ് ഈ കാണുന്നത്. പാർട്ടി, ക്ലബ്ബ്, നൈറ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ആ കാണുന്ന ഏരിയ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാൾട്ടയിലെ പാച്ചോവൽ എന്ന് പറയുന്ന ഏരിയ. സെൻറ്റ് ജൂലിയൻസ്, സ്ലീമ എന്നൊക്കെ പറയും ഈ ഒരു ഏരിയക്ക്. നമ്മളൊക്കെ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലും രണ്ടും രണ്ട് തന്നെയാണ്. നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടുത്തെ ആൾക്കാരായിട്ട് വെച്ച് നോക്കുമ്പോൾ. ഇവിടുത്തെ ആൾക്കാർ ആഴ്ചയിൽ എന്താ പറയുക, സാറ്റർഡേ, സൺഡേ അല്ലെങ്കിൽ ഫ്രൈഡേ മുതൽ ഫുൾ എൻജോയ്മെൻറ്റാണ്. അവരൊരാഴ്ച ഫുള്ള് ജോലിക്ക് പോവും. അത് കഴിഞ്ഞിട്ട് വന്ന് കൂട്ടും കുടുംബമായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും വന്ന് ഇരുന്ന് ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഗെയിമുകൾ, പാട്ടുകൾ, ഡാൻസുകൾ എല്ലാം ഉണ്ട്. അവരവരുടേതായ ലെവലിലുള്ള എല്ലാ എൻജോയ്മെൻറ്റും ചെയ്ത് മുന്നോട്ട് പോകണ ഒരു ലൈഫ് സ്റ്റൈല്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. കുറച്ചൊന്ന് കണ്ടു നോക്കി. ഞാനെൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാൾട്ട ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരാറുണ്ട്. ഇതൊരു ഐലൻഡാണ്. അപ്പോൾ ആ ഐലൻഡിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, ജസ്റ്റ് ഒരു ഫ്രീഡം മൈൻഡ് ഒക്കെ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പം വന്ന് ഇതേപോലെ സാറ്റർഡേ സൺഡേ ഒക്കെ പുറത്തൊക്കെ ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഓൾ വേൾഡ് പീപ്പിൾ എന്ന് പറയാം, എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ലാതെ ഒരു മാൾട്ടീസുകാരോ നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാരല്ല. ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഒത്തൊരുമിച്ച് കൂടി ഇതേപോലെ അവർക്ക് ചിലർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യണ കമ്പനിത്തെ സ്റ്റാഫുകളാവാം, ചിലർ ഒന്നിച്ച് എന്താ പറയുക പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആവാം.
അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് വരും. ഇതേപോലെ പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് ആഴ്ചയിൽ എൻജോയ് ചെയ്യുക. അതിനനുസരിച്ച് എന്താ പറയുക, മൺഡേ അവനവൻ്റെ വർക്കിലേക്ക് തന്നെ, അല്ലെങ്കിൽ അവനവൻ്റെ ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ അവനവൻ്റെ നാട്ടിലേക്ക് പറക്കുന്നു. ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോണ ഒരു എന്താ പറയുക ജീവിതം തന്നെ, സംഭവം തന്നെ. ഈ ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇത് കാണുന്നതൊക്കെ ഒരുപാട് ക്ലബ്ബുകളാണ്. അതിൽ ക്ലബിൻ്റെയൊക്കെ അവസ്ഥകൾ പറയുകയാണെങ്കിൽ ചിലതിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് കയറണം, ചിലത് ക്യാഷ് കൊടുക്കാതെ നമ്മളെ എന്താ പറയുക എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡ്രിങ്ക്സ്, അതേപോലത്തെ ഫുഡ്, എല്ലാ ഐറ്റംസും ഉള്ളതുണ്ട്. പാട്ട്, ഡാൻസ്, അവർക്കതൊരു കച്ചവടം തന്നെയാണല്ലോ. അപ്പം ആളുകൾ എത്രത്തോളം വരുന്നത് അതിനനുസരിച്ച് ചിലത് ഫ്രീ ആണ്, ചിലത് എമൗണ്ട് കൊടുത്തേ കയറാൻ പറ്റുള്ളൂ. 10 യൂറോ, 5 യൂറോ മുതൽ 10 യൂറോ എല്ലാം ഉണ്ട്. പിന്നെ ചില ക്ലബ്ബുകൾ ഇതേപോലെ ഇന്ത്യൻ നമ്മളെ ടീമൊക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് ഇന്ത്യൻ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്താ പറയുക DJ പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെതുണ്ട്. സ്പാനിഷ് ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്. അങ്ങനെ പല രാജ്യത്തിൻ്റെ രീതിയിലാണ് ഇവിടെ ഈ ഒരു പാർട്ടി ക്ലബ്ബുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിലവർ അവനവൻ്റെ രാജ്യത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കയറി ചെല്ലുക. ചിലവർ എന്താ പറയുക ഓൾ വേൾഡ് എന്നുള്ള രീതിയിൽ നല്ല DJ പ്രോഗ്രാം ആയാൽ മതി എന്നുള്ള രീതിയിൽ കയറും. ചിലർ മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുകൂടെ നടന്നിട്ട് എന്താ പറയുക അങ്ങനെ പോകുന്നവരുണ്ട്. എന്തായാലും ഇതൊരു രാത്രി 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ്, അതായത് പുലർച്ചെ 4 മണി 5 മണി വരെ ഈ ഒരു ഒഴുക്ക്. നേരം വെളുത്തിട്ടേ ഇവിടുന്ന് ആളുകൾ പകുതിയോളം തിരിഞ്ഞു പോവുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ തിരിഞ്ഞു പോകും. ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, ഇതേപോലെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫ്രീഡം ഓഫ് ലൈഫ്, അല്ലാതെ ഒന്നും പറയാനില്ല. പിന്നെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തം എന്താ വെച്ചാൽ മാൾട്ടയ്ക്ക് ഒരു 7 മാസത്തോളം സമ്മറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓവർ തണുപ്പോ കാര്യങ്ങളില്ലാത്തതുകൊണ്ടേ ഇവിടെ കൂടുതലും ഒരു എൻജോയ്മെൻറ്റ് മൂഡ് കിട്ടുകയും ചെയ്യും. മറ്റുള്ള രാജ്യത്തിൻ്റെ പോലെ പൊതച്ച് മൂടി ഇങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പൊതുവെ ഇവിടെ ഒരു വൈബ് കൂടുതലായിട്ട് വരുന്നത്. നമ്മളെ ലൈഫും ഇവരുടെ ലൈഫും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് ഇതിൽ പറഞ്ഞാൽ തീരൂല. തൽക്കാലം ഈ ഒരു ലൈഫ് സ്റ്റൈലും നമ്മളെ ലൈഫ് സ്റ്റൈലും ഒരു ഡിഫറൻസും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് വന്നതാണ്.
അങ്ങനെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. എല്ലാ ക്ലബ്ബിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങും. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഫ്രണ്ട്സൊക്കെ പാടെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവരുണ്ടല്ലേ പിന്നെയും ഡാൻസ് കളിക്കുന്നതാണ്. ചിലവർ പിന്നെ അവിടെ സംസാരിച്ചിരിക്കും. പിറ്റേന്ന് വർക്കിന് പോകണ്ടേ, ചിലപ്പോൾ സൺഡേ, ഇത് സൺഡേ ആണോ, അപ്പോൾ ഇന്ന് സൺഡേ ലീവാണ്, നേരെ പോയിട്ട് കിടന്നുറങ്ങുക, ആ മൂടാണ് പിന്നെ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ സംസാരിച്ച് 4 മണി 5 മണി ആയിട്ടത് ആ സമയത്ത്, അത് പുലർച്ചെ. പിന്നെ ഇവിടുന്ന് എന്താ പറയുക, സംസാരിച്ചതിന് ശേഷം അപ്പുറത്ത് താഴത്തെ ഒരു ബീച്ചും കടലൊക്കെ ഉണ്ട്. ചിലർ അവിടെ പോയിട്ടിരിക്കും, എന്നിട്ട് അവിടെ സംസാരിച്ചിരിക്കും. എന്നിട്ട് പിന്നെ മോർണിംഗ് 5 മണിക്ക് 6 മണിക്കൊക്കെയാണ് പിന്നെ ബസ് സ്റ്റാർട്ടിങ് വരിക. ബസ് ഇവിടെ ഫ്രീ ആണല്ലോ, അറിയാലോ. അപ്പം ബസ് കാർഡ് ജസ്റ്റ് വെച്ചോണ്ടാൽ ഫ്രീ ആണ്, റൂമിൽ എത്തും ചെയ്യാം. മറ്റേ ടാക്സി വിളിച്ച് പോകുക പറഞ്ഞാൽ ടാക്സിക്ക് ഓരോ പ്രൈസാണ്, 5 യൂറോ 10 യൂറോ 15 യൂറോ തന്നെ പോകും. അപ്പോൾ അതൊഴിവാക്കാൻ കൂടുതൽ ആൾക്കാർ പുലർച്ചെ വരെ നിൽക്കുന്നത്. 5:30 ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബസ് ഉണ്ട്. അതിനുശേഷം ബസ്സിൽ കയറി പോയിട്ട് മാൾട്ട ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റാൻ അറിയില്ല, എന്ന് വെച്ചാൽ ട്രാഫിക് ഉണ്ടെങ്കിൽ അനുസരിച്ച് വരും. എന്നാലും നോർമലി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കിടന്നുറങ്ങാന്ന് പറയാം. ഏതായാലും എല്ലാവരും പുറത്തിറങ്ങി കണ്ടല്ലേ. ലാസ്റ്റ് ഒരു ഇതെല്ലാ ദിവസങ്ങളും നല്ല അടി നടക്കും. പിന്നെ ഒട്ടുക്കത്തെ അടിയാവും ചില ദിവസങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. ഇത് കണ്ടല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച്, കിടപ്പുറ ഏരിയ. കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകും. കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പരക്കൂട്ട ആ ഒരു ദിവസം. പക്ഷേ മോർണിംഗ് ഒരു 9 മണിയാകുമ്പോഴത്തേനും അതെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി പോവുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെയാണ് നമ്മളൊരു നൈറ്റ് ലൈഫിൻ്റെ ഓൾമോസ്റ്റ് വിഷ്വൽ. കാണാം, ബൈ.